Hello all. In this video, I am going to discuss how a project can be submitted by the students under CUCD CSS UG Regulations 2017-18 of University of Calicut. During the sixth semester, every student shall do a project, and the student may choose any topic from the subject studied. ഏത് സബ്ജക്റ്റിൽ നിന്ന് വേണമെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാം, പക്ഷെ പഠിച്ച സബ്ജക്റ്റിൽ നിന്നായിരിക്കണം ടോപ്പിക് സെലക്ട് ചെയ്യേണ്ടത്. കോഴ്സ് കോഡ് B6 B16 ആണ്. ടോട്ടൽ ക്രെഡിറ്റ് 2 ക്രെഡിറ്റ്സ് ആണ്. ടോട്ടൽ മാർക്സ് 50 മാർക്സ്. 50 മാർക്സ് എന്ന് പറഞ്ഞാൽ 10 മാർക്സ് ഇന്റേണൽ മാർക്സും 40 മാർക്സ് എക്സ്റ്റേണൽ മാർക്സുമാണ്. ടീച്ചിങ് അവേഴ്സ് 1 വീക്കിൽ 4 അവേഴ്സ് ആണ് ഈ പ്രൊജക്ടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദിസ് പ്രൊജക്ട് വർക്ക് ഇസ് 3 വീക്സ്. 2017-18 റെഗുലേഷൻ പ്രകാരം ഇൻഡിവിജ്വൽ പ്രൊജക്ട്സും ചെയ്യാം, അതേപോലെ ഗ്രൂപ്പ് പ്രൊജക്ട്സും ചെയ്യാം. എ ഗ്രൂപ്പ് ഓഫ് 3 ക്യാൻ ഡു എ പ്രൊജക്ട്. അവർക്ക് 3 പേർക്കും കൂടി ഒരു പ്രൊജക്ട് തന്നെ ചെയ്യാം. ആൻഡ് ദ സൂപ്പർവൈസർ ഷാൽ കീപ് എ ഡയറി ഇൻ വിച്ച് ദ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് ദ സ്റ്റുഡൻസ് വിസിറ്റിംഗ് ദ സൂപ്പർവൈസർ. സൂപ്പർവൈസറെ വിസിറ്റ് ചെയ്യുന്ന ഓർഡറിൽ തന്നെ സൂപ്പർവൈസർ ഒരു ഡയറി, ഒരു അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ പ്രൊജക്ട് ഡിസ്കഷൻസിനായിട്ട് ഈ ഗ്രൂപ്പ് പ്രൊജക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ വരുമല്ലോ, ആ കുട്ടികളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടതാണ്. Stages of project. It is specifically specified in the syllabus that these are the stages of project work. First one, project proposal presentation. ആദ്യം തന്നെ നിങ്ങൾ ഗൈഡുമായി സംസാരിച്ച് ഒരു പ്രൊജക്ട് പ്രപ്പോസൽ തീരുമാനിക്കണം. അതിന്റെ പ്രസന്റേഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് പ്രൊജക്ട് പ്രപ്പോസൽ പ്രസന്റേഷൻ. സെക്കൻഡ് ഈസ് ഫീൽഡ് വർക്ക് ആൻഡ് ഡേറ്റ അനാലിസിസ്. ഫീൽഡ് വർക്കിനാണ് നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യണം, ആ ഡേറ്റ അനലൈസ് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നിങ്ങൾ എന്താണ് പ്രൊജക്ട് വർക്ക് അതിന്റെ റിപ്പോർട്ട് പോലെ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റേജ്, ഫീൽഡ് വർക്ക് ആൻഡ് ഡേറ്റ അനാലിസിസ്. തേർഡ് ഇസ് റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റിംഗ് പ്രത്യേകം സിലബസിൽ പറയുന്നുണ്ട്, ഇന്ന രീതിയിലാണ് റിപ്പോർട്ട് എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. റിപ്പോർട്ട് എല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് റെഡിയാക്കിയതിനു ശേഷം ഒരു ഡ്രാഫ്റ്റ്, ആ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഒരു ഡ്രാഫ്റ്റ് നിങ്ങൾ സൂപ്പർവൈസിംഗ് ഗൈഡിന്റെ അടുത്ത് പ്രസന്റ് ചെയ്യണം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ ഗൈഡ് പറയും, അതനുസരിച്ച് അതിന് മാറ്റം വരുത്തി ഫൈനൽ ആയിട്ട് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സോ ദീസ് ആർ ദ സ്റ്റേജസ് ഓഫ് പ്രൊജക്ട് വർക്ക്. നിങ്ങൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് പറയുന്നത്. ഓരോ ഗൈഡിനും ഓരോ പെർട്ടിക്കുലർ രീതിയുണ്ട്. സോ ഗൈഡ് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യേണ്ടതെന്ന് ഗൈഡ് പറയുന്ന ഡയറക്ഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ മാത്രമാണ് തരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഓർഗനൈസേഷണൽ പ്രൊഫൈൽ ഓർ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. നമ്മൾ സ്റ്റഡി ചെയ്ത ഒരു സബ്ജക്റ്റിൽ നിന്നാണ് ടോപ്പിക് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ കൊമേഴ്സ് കുട്ടികളായതുകൊണ്ട് തന്നെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ നിന്നുള്ള ടോപ്പിക് ആയിരിക്കും സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ബാങ്ക്സ് ആയിരിക്കാം ചിലപ്പോൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവുക. അതിൽ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആവാം, ദെൻ KSFE ആകാം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റഡീസ് ആവാം. എന്താണെന്ന് പറഞ്ഞാലും ആ ഒരു ഓർഗനൈസേഷണൽ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഉണ്ടാവും നമ്മുടെ സ്റ്റഡിയിൽ. അത് നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് പ്രസന്റ് ചെയ്യണം. ഇപ്പൊ ഒരു ചാപ്റ്റർ തന്നെ, അത് ചാപ്റ്റർ അല്ല, ഒരു ചാപ്റ്ററിന്റെ ഭാഗം തന്നെ ഈ ഓർഗനൈസേഷണൽ പ്രൊഫൈലാണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ. സോ അതവിടെ പ്രസന്റ് ചെയ്യണം. സോ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കമ്പനിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ബിസിനസിനെ കുറിച്ചോ ആ ഇൻഡസ്ട്രീനെ കുറിച്ചോ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആണെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് ഒരു ബ്രീഫ് ഐഡിയ നമ്മൾ പ്രസന്റ് ചെയ്യണം. അത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഭാഗമാണ്. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേജ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. സോഷ്യൽ സയൻസ് റിസർച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ മസ്റ്റ് ആണ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിൽ നിന്നും ബുക്സിൽ നിന്നും ഒക്കെ എടുക്കുന്ന ലിറ്ററേച്ചർ ആണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് ശോധ് ഗംഗോത്രി, ശോധ് ഗംഗ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച്, നിങ്ങളിപ്പോൾ എടുക്കുന്നത് സർവീസ് ക്വാളിറ്റി ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആണെങ്കിൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് റിലേറ്റഡ് ആർട്ടിക്കിൾസ് വരും.
അതുപോലത്തെ ആർട്ടിക്കിൾസ് എടുത്ത് അതിനെ ചെറുതൊരു ബ്രീഫ് ഒരു സമ്മറി പോലെ നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുന്നതാണ് സെക്കൻഡ് ചാപ്റ്റർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഓക്കെ, സോ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ നമുക്കൊരു UG സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഒരു 30 അല്ലെങ്കിൽ 20 റിവ്യൂസ് ഒക്കെ നല്ലതാണ്. ഓക്കെ, സോ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ പല രീതിയിൽ നമുക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എഴുതാം. അതിൽ ഒരു സ്റ്റൈലാണിത്. റിവ്യൂ കളക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ റെഫറൻസ് കൂടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. കാരണം റെഫറൻസിലും അതേപോലെ ബിബ്ലിയോഗ്രഫിയിലും നമുക്കത് ആൽഫബറ്റിക് ഓർഡറിൽ എഴുതേണ്ടതാണ്. ഇത് ഒരു സ്റ്റൈലാണ്. ഇത് ഭാരതി ജി കമ്മത്തിന്റെ ഒരു സ്റ്റഡിയാണ്, മെഷറിംഗ് സർവീസ് ക്വാളിറ്റി ഇൻ ബാങ്ക്. അത് നമ്മൾ എഴുതുമ്പോൾ ലാസ്റ്റ് നെയിം ആണ് ഫസ്റ്റ് നെയിം ആയിട്ട് എഴുതുന്നത്. പാരഗ്രാഫ് എഴുതുമ്പോൾ കമ്മത്ത് ബ്രാക്കറ്റില് ഇയർ ഓഫ് പബ്ലിഷിംഗ് ദാറ്റ് ഇസ് 2010. അതിന്റെ മുകളിൽ 1 എന്ന് ഇട്ടിട്ടുണ്ട്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചാപ്റ്ററിൽ നമ്മള് ക്രോണോളജിക്കൽ ഓർഡറിലാണ് എഴുതുന്നത്. അതായത് ഇയർ വൈസ് നമ്മൾ പഴയ സ്റ്റഡീസിൽ നിന്ന് പുതിയ സ്റ്റഡീസിലേക്ക് വേണമെങ്കിൽ പോവാം, പുതിയ സ്റ്റഡീസിൽ നിന്ന് പഴയ സ്റ്റഡീസിലേക്കും പോവാം. എങ്ങനെ വേണമെങ്കിലും നമുക്കത് അറേഞ്ച് ചെയ്യാം. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഓർഡർ നമ്പർ ഉണ്ട്. അതേ നമ്പറിൽ തന്നെയാണ് റെഫറൻസ് ആയിട്ട് നമ്മൾ ആ നമ്പർ വൈസ് ആണ് നമ്മളത് അവിടെ എഴുതേണ്ടത്. സോ കമ്മത്ത് ബ്രാക്കറ്റിൽ 2010 അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ആ നമ്പർ റെഫറൻസ് നമ്പർ ആണ്. റെഫറൻസ് നമ്പർ കമ്മത്ത് എടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ 1ൽ തന്നെ കമ്മത്തിന്റെ റെഫറൻസിന്റെ ഡീറ്റെയിൽസ് കൂടി ഉണ്ടാവണം. ഓക്കെ, ദെൻ ആർട്ടിക്കിളിന്റെ നെയിം, മെഷറിംഗ് സർവീസ് ക്വാളിറ്റി ഇൻ കമേഴ്ഷ്യൽ ബാങ്ക്, അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ് മേജർ ഫൈൻഡിങ്സ്, അതെല്ലാം ആ പാരഗ്രാഫിൽ വരണം. അപ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ റെഫറൻസ് APA സ്റ്റൈലിലാണ് സോഷ്യൽ സയൻസ് റിസർച്ച് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ബിബ്ലിയോഗ്രഫി എഴുതാൻ. നമുക്കും APA സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്യാം. പ്രത്യേകം സിലബസിൽ പറയുന്നില്ല ഇന്ന സ്റ്റൈൽ വേണമെന്ന്. സോ APA സ്റ്റൈൽ വേണമെങ്കിൽ ഫോളോ ചെയ്യാം. APA സ്റ്റൈൽ എഴുതുമ്പോൾ കമ്മത്ത് ഭാരതി ജി ഡോട്ട് ബ്രാക്കറ്റ് 2010 ഫുൾ സ്റ്റോപ്പ് മെഷറിംഗ് സർവീസ് ക്വാളിറ്റി സർക്കിൾ ഇൻ ബാങ്ക് ഇൻവെർട്ടഡ് കോമ ക്ലോസ്, അതാണ് ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ, ഫുൾ സ്റ്റോപ്പ്. ദെൻ ഈ ആർട്ടിക്കിൾ ഏത് ജേർണലിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? പ്രജ്ഞാൻ ജേർണൽ ഓഫ് സോഷ്യൽ ആൻഡ് മാനേജ്മെന്റ് സയൻസസ്. ജേർണലിന്റെ നെയിം ആണ് ഇറ്റാലിക്സിൽ എഴുതേണ്ടത്. അതിന്റെ വോളിയം നമ്പർ, പേജസ് ഒരുപാട് പേജസ് ഉണ്ടെങ്കിൽ CC.41-52 ഇങ്ങനെയാണ് ആ റെഫറൻസ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കളക്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ റെഫറൻസും ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ദെൻ അനദർ സ്റ്റൈൽ ടേബിൾ ഫോം ആണ്. ഇതുപോലെയും നിങ്ങൾക്ക് എഴുതാം. ടേബിൾ ഫോമിൽ ഓതേഴ്സിന്റെ പേര്, ഒബ്ജക്റ്റീവ് എന്താണ്, സാമ്പിൾ സൈസ് വേണമെങ്കിൽ മതി, സാമ്പിൾ സൈസ്, വേരിയബിൾസ് അതുപോലെ തന്നെ വേണമെങ്കിൽ മാത്രം ആ കോളം മതി. കീ ഫൈൻഡിങ്സ് നിർബന്ധമാണ്. ആ ആർട്ടിക്കിൾ പ്രകാരം എന്തൊക്കെയാണ് കീ ഫൈൻഡിങ്സ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റേജ് ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ്. ഡേറ്റ കളക്ഷൻ അനാലിസിസിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പല ടൂൾസ് ഉപയോഗിക്കും. ക്വസ്റ്റനെയർസോ അല്ലെങ്കിൽ സ്കെഡ്യൂൾ മെത്തേഡോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അതൊക്കെ യൂസ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യും. ആ ഡേറ്റ കളക്ട് ചെയ്ത് നമ്മൾ അത് അനലൈസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യും. നമ്മൾ BComന് ഒരു പേപ്പർ ഉണ്ട്, റിസർച്ച് മെത്തഡോളജി. അനദർ ഒരു പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഈ രണ്ട് പേപ്പേഴ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് ശരിക്കും ഈ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രൊജക്ട് എന്ന് പറയുന്നത്. സോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ പഠിച്ചിട്ടുള്ള ചില ടൂൾസ് അപ്ലൈ ചെയ്ത് നോക്കാം. ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക, ദെൻ ടൂൾസ് അപ്ലൈ ചെയ്യുക, ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിലൂടെ നിങ്ങൾ ചെയ്യാം. ഇതൊക്കെ ഒരു ആപ്ലിക്കേഷൻ ആണ് ശരിക്കും ഈ പ്രൊജക്ട് വർക്ക്. അപ്പൊ അതുപോലെ തന്നെ റിസർച്ച് മെത്തഡോളജി ബുക്സിൽ പറയുന്ന ആ ഒരു മെത്തഡോളജി ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നും ആണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ രണ്ട് പേപ്പറിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സോ ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ് തേർഡ് സ്റ്റേജ്. ദെൻ ഇന്റർപ്രിട്ടേഷൻ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ഏതെങ്കിലുമൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതും ആ റിസർച്ച് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിരിക്കും. റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ റിസർച്ച് പ്രോബ്ലത്തിന്റെ ക്യാരക്ടർ അനുസരിച്ചാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അല്ലാതെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഡേറ്റ കളക്ട് ചെയ്യരുത്. ഡേറ്റ കളക്ട് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ അപ്ലൈ ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഫൈനൽ റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ച് റിപ്പോർട്ട് റൈറ്റിംഗ് എങ്ങനെ വേണം, ഏത് രീതിയിലാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാം. ദെൻ വാട്ട് ഷുഡ് ബി ഇൻ എ റിപ്പോർട്ട്. ഒരു റിപ്പോർട്ടിൽ ഏത് ഓർഡറിലാണ് നിങ്ങൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്.
ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ പേജ് ആണ്. അതിൽ നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ടൈറ്റിൽ വളരെ സ്പെസിഫിക് ആയ ടൈറ്റിൽ ഉണ്ടാവും. ഫൈനൽ സബ്മിഷന് മുന്നേ എപ്പോൾ വേണമെങ്കിലും ടൈറ്റിൽ ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഏറ്റവും റെലവെന്റും ഏറ്റവും സ്പെസിഫിക് ആയ ടൈറ്റിൽ വേണം നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാൻ. അതാണ് ടൈറ്റിൽ പേജിൽ വരേണ്ടത്. ദെൻ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയ ഓർഗനൈസേഷനിലാണ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ കോളേജിൽ നിന്ന് അതിന്റെ പെർമിഷൻ കൂടി വേണം. അതേപോലെ ആ ഓർഗനൈസേഷനിൽ നിന്നും പെർമിഷൻ വേണം. നിങ്ങൾ അവിടെ ചെയ്തോളാൻ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ആ സർട്ടിഫിക്കറ്റും നമ്മൾ ഈ റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ സൂപ്പർവൈസിംഗ് ടീച്ചറിന്റെ സർട്ടിഫിക്കറ്റ് വേണം, അക്നോളജ്മെന്റ്, ദെൻ കണ്ടന്റ്. അതിനുശേഷം ലിസ്റ്റ് ഓഫ് ടേബിൾസും ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സും അറേഞ്ച് ചെയ്യും. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സിൽ എന്തൊക്കെ വരും? ചാർട്ട്സ്, ബാർ ചാർട്ട്സ്, ബോക്സ് പ്ലോട്ട്, അങ്ങനെ എന്തൊക്കെ ഫിഗേഴ്സ്, ട്രെൻഡ് ഒക്കെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ട്രെൻഡ് ഡയഗ്രാം വരച്ചിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഫിഗേഴ്സിന്റെ അണ്ടറിൽ വരുന്നത്. ഇത്രയുമാണ് ഒരു റിപ്പോർട്ടിൽ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ കണ്ടന്റിൽ എന്തൊക്കെ വരും? ചാപ്റ്റർ 1. കണ്ടന്റിൽ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലാണ് ഓർഗനൈസേഷൻ പ്രൊഫൈൽ നമ്മൾ വെക്കേണ്ടത്. ഓർഗനൈസേഷൻ പ്രൊഫൈലിലെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇൻഡസ്ട്രി പ്രൊഫൈൽ എന്നും കമ്പനി പ്രൊഫൈൽ എന്നും. ഈ രണ്ട് പ്രൊഫൈൽസും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പ്രൊഫൈൽ വെക്കേണ്ടത് സെപ്പറേറ്റ് ഒരു ചാപ്റ്ററിലല്ല, ചാപ്റ്റർ 1ന്റെ ഭാഗമാണ് ഓർഗനൈസേഷൻ പ്രൊഫൈൽ. ദെൻ റിസർച്ച് പ്രോബ്ലം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി, റിസർച്ച് മെത്തഡോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചാപ്റ്റർ 1ൽ വരേണ്ടത്. കൂടാതെ ചാപ്റ്ററൈസേഷൻ, ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡി, ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ചാപ്റ്റർ 1ൽ ഉൾക്കൊള്ളിക്കുക. ദെൻ ചാപ്റ്റർ 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. നമ്മൾ ഓൾറെഡി കുറെ റിവ്യൂ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 2. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കഴിയുമ്പോൾ based on that review of literature you have to identify a research gap. ഒരു റിസർച്ച് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് ആ ഗ്യാപ്പിൽ നിന്നാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊജക്ട് വർക്ക് ചെയ്യുന്നത്. സോ റിസർച്ച് ഗ്യാപ്പ് ഷുഡ് ബി ദെയർ ഇൻ ചാപ്റ്റർ നമ്പർ 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ദെൻ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചാപ്റ്ററിൽ റെഫറൻസും ഞാൻ നേരത്തെ പറഞ്ഞു, ക്രോണോളജിക്കൽ ഓർഡറിൽ റെഫറൻസസും ആ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് തന്നെ നമ്പർ വൈസ് നിങ്ങൾ അറേഞ്ച് ചെയ്യണം. ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചാപ്റ്ററിൽ വരുന്ന റെഫറൻസസ് എല്ലാം തന്നെ ബിബ്ലിയോഗ്രഫിയിൽ ആൽഫബറ്റിക് ഓർഡറിലും ഉണ്ടായിരിക്കണം. ദെൻ ചാപ്റ്റർ നമ്പർ 3 and 4 ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇത് സിലബസിൽ പ്രത്യേകം പറയുന്നുണ്ട്. 2 or 3 ചാപ്റ്റേഴ്സ് ആകാം. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷന്റെ ഭാഗമായി നിങ്ങൾക്ക് ചിലപ്പോൾ സെക്കൻഡറി ഡേറ്റ അനാലിസിസ് ഉണ്ടാവാം, ദെൻ പ്രൈമറി ഡേറ്റ അനാലിസിസ് ഉണ്ടാവാം. അപ്പോൾ എത്ര ചാപ്റ്റേഴ്സ് മാക്സിമം ആവാന്ന് പറഞ്ഞാൽ 3 ചാപ്റ്റേഴ്സ് വരെ നമുക്കാകാം. സോ ചാപ്റ്റർ 3 ഉം 4 ഉം ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഒരു ചാപ്റ്റർ ഉള്ളൂ എങ്കിൽ ഓക്കെ, ചാപ്റ്റർ 3 മാത്രം ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഒരു കുഴപ്പമില്ല, നമ്മൾക്ക് ഫ്രീഡം ഉണ്ട്. ഒരു ചാപ്റ്ററിൽ വേണോ 2 or 3 ചാപ്റ്ററിലേക്ക് പ്രസന്റ് ചെയ്യണോ എന്നുള്ള കാര്യം അത് നിങ്ങളുടെ ഗൈഡ് പറയുന്ന അനുസരിച്ച് ഫോളോ ചെയ്യും. ദെൻ ചാപ്റ്റർ 5 എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്റർ ആണ് പറയുന്നത്. ചാപ്റ്റർ 5 ഫൈൻഡിങ്, സജഷൻസ് ആൻഡ് കൺക്ലൂഷൻ. ആദ്യം നിങ്ങളുടെ സ്റ്റഡിയുടെ മേജർ ഫൈൻഡിങ്, ദെൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സജഷൻ, ദെൻ കൺക്ലൂഷൻ. ഇതാണ് അതിന്റെ ഓർഡർ: ഫൈൻഡിങ്, സജഷൻസ് ആൻഡ് കൺക്ലൂഷൻ. അതിനുശേഷം അപ്പൻഡിക്സ് ആണ്. നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യാൻ ക്വസ്റ്റനെയർസ് യൂസ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ ഈ കൊറോണ പീരീഡ് ഒക്കെ, പാൻഡമിക് പീരീഡ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മിക്കവാറും ക്വസ്റ്റനെയർസ് എല്ലാം ഒരു ഗൂഗിൾ ഫോമിലൂടെ ആയിരിക്കും കളക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഗൂഗിൾ ഫോം അതിന്റെ അഡ്രസ്, നമ്മളുടെ സൈറ്റ് ആ ഒരു ഏത് ലിങ്ക് ആണ്, ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്കും നിങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ അപ്പൻഡിക്സിൽ ക്വസ്റ്റനെയർ, ദെൻ ഏതെങ്കിലും ടേബിൾസ്, ഏതെങ്കിലും കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്സ്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും വെക്കേണ്ടതുണ്ടെങ്കിൽ അതും നമ്മൾ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ദെൻ ലാസ്റ്റ് പാർട്ട് ബിബ്ലിയോഗ്രഫി ആണ്. അതായത് നമ്മൾ ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്തു, ഏതൊക്കെ ജേർണൽസിൽ നിന്നും ആർട്ടിക്കിൾസിൽ നിന്നും നമ്മൾ റെഫറൻസ് എടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം അത് ആൽഫബറ്റിക് ഓർഡറിലായിരിക്കണം ബിബ്ലിയോഗ്രഫി ചെയ്യേണ്ടത്. കൂടാതെ പേജ് നമ്പർ അസൈൻ ചെയ്യുമ്പോൾ ചാപ്റ്റർ 1 മുതൽ, ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ 1 മുതലാണ് ലാസ്റ്റ് ചാപ്റ്റർ വരെയാണ് നമ്മൾ പേജ് നമ്പേഴ്സ് ഇടേണ്ടത്. ബിബ്ലിയോഗ്രഫിയുടെ പേജ് നമ്പേഴ്സ് റോമൻ ലെറ്ററിലുമാണ് ഇടേണ്ടത്. സോ ഒരു മിനിമം 30 പേജസ് ആണ് ഈ സിലബസിൽ പറയുന്നത്. സോ ചാപ്റ്റർ 1 മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെയാണ് 30 പേജസ്. അല്ലാതെ കണ്ടന്റ് പേജും നമ്മുടെ ഡിക്ലറേഷൻ പേജും സർട്ടിഫിക്കറ്റ്സ് ഒന്നും കൂട്ടില്ല. അല്ലാത്ത ചാപ്റ്ററിലുള്ള പേജസ് ആണ് മിനിമം 30 വേണം എന്ന് പറയുന്നത്. ദെൻ ടേബിൾസ് എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. ടേബിളിന് ഒരു നമ്പർ വേണം.
ഫോർത്ത് ചാപ്റ്ററിലെ 12th ടേബിൾ ആണെങ്കിൽ ടേബിൾ 4.12 ടേബിളിന് ഒരു ടൈറ്റിൽ ഉണ്ടാവും. ആ ടേബിളിന് താഴെ അതിന്റെ സോഴ്സ് എഴുതണം. നിങ്ങൾ അനാലിസിസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് അനലറ്റിക്കൽ ടൂൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതിന്റെ കാര്യങ്ങൾ, എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചോ, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ട് ഏതെങ്കിലും ടേബിൾ വേറെ ഉണ്ടെങ്കിൽ ആ ടേബിളോ, ഇനി ഒന്നുമില്ല എങ്കിൽ സെക്കൻഡറി ഡേറ്റ ആണെങ്കിൽ സെക്കൻഡറി ഡേറ്റ, പ്രൈമറി ഡേറ്റ ആണെങ്കിൽ പ്രൈമറി ഡേറ്റ, സോഴ്സ് നിർബന്ധമാണ്. ദെൻ ടേബിൾ പോലെ തന്നെ ഫിഗേഴ്സ്, ചാർട്ട്സ്, ബാർ ഡയഗ്രാം എല്ലാം ഫിഗറിനാണ് അറിയപ്പെടുന്നത്. കോമൺ ആയിട്ട് നമ്മൾ ഫിഗേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഫിഗർ 4ാമത്തെ ചാപ്റ്ററിലെ 12ാമത്തെ ഫിഗർ ആണെങ്കിൽ ഫിഗർ 4.12, 5th ചാപ്റ്ററിലെ ഫസ്റ്റ് ടേബിൾ ആണെങ്കിൽ ഫിഗർ 5.1, 3rd ചാപ്റ്ററിലെ തേർഡ് ഫിഗർ ആണെങ്കിൽ ഫിഗർ 3.3. അങ്ങനെയാണ്. ആ ഫിഗറിനും ഒരു ടൈറ്റിൽ ഉണ്ടാവണം, അതിനും ഒരു സോഴ്സ് ഉണ്ടാവണം. നിങ്ങൾ ഏതെങ്കിലും ഒരു സോഴ്സിലൂടെയാണല്ലോ ഈ ഫിഗർ ഡ്രോ ചെയ്തെടുക്കുന്നത്, ആ സോഴ്സ് അവിടെ കാണിച്ചിട്ടുണ്ടാവണം. ദെൻ അനദർ ഒരു ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഒക്കെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിഗർ ആണ്. ഇങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. താഴെ അതിന്റെ സോഴ്സ് വേണം. ഏതെങ്കിലും സപ്പോർട്ടിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിൾ നമ്പറും അവിടെ റെഫർ ചെയ്യാം. ദെൻ റിപ്പോർട്ട് റൈറ്റിംഗ്. 2 copies ആണ് റിപ്പോർട്ട് മിനിമം വേണ്ടത്. 1 copy for submission to the department and 1 for the student which he or she has to bring at the time of viva voce. ഇനി മോർ കോപ്പീസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈഡിനോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷനോട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ കോളേജ് ലൈബ്രറി ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ മോർ കോപ്പീസ് വേണമെന്ന് ഗൈഡ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാം. പക്ഷെ മിനിമം 2 കോപ്പി വേണം. ഒന്ന് ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്യാനും ഒന്ന് നിങ്ങളുടെ കയ്യിൽ വൈവയുടെ സമയത്ത് കൊണ്ടുവരാനും ആണ്. ഓക്കെ, ഇനി ഇത് പ്രിന്റഡ് ആണ്. നമ്മുടെ ലാംഗ്വേജ് ഓഫ് പ്രൊജക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. സ്പൈറൽ ബൗണ്ട് ചെയ്താൽ മതി. സ്പൈറൽ ബൈൻഡിങ് ആണ് സിലബസിൽ പറയുന്നത്. നമ്പർ ഓഫ് പേജസ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 30 പേജസ്. മിനിമം നമ്പർ ഓഫ് പേജസ് അപ്പോൾ 30 ആണ്. ദാറ്റ് മീൻസ് ചാപ്റ്റർ 1 മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെയുള്ള പേജ് നമ്പേഴ്സ് ആണ്. അല്ലാതെ അപ്പൻഡിക്സും ബിബ്ലിയോഗ്രഫിയും സർട്ടിഫിക്കറ്റ്സും ടൈറ്റിൽ പേജും ഒന്നും അതിൽ വരുന്നില്ല. അല്ലാത്ത പേജസ് മാത്രമാണ്. ചാപ്റ്റേഴ്സിന്റെ പേജസിന്റെ ടോട്ടൽ ആണ് 30 മിനിമം പറയുന്നത്. സൈസ് ഓഫ് ദ പേജ് A4 സൈസ് ആണ്. ലൈനുകൾ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 1.5. ഫോണ്ട് ടൈംസ് ന്യൂ റോമൻ ഫോണ്ട് ആണ്. ഫോണ്ട് സൈസ് 14 ആണ്. അപ്പൊ 14 സൈസ് ആയിക്കോട്ടെ. ഹെഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് 15 or 16 പോകാം. അത് അതിന്റെ ഭംഗി അനുസരിച്ച് നോക്കുക. പക്ഷെ ഫോണ്ട് സൈസ് പറഞ്ഞിരിക്കുന്നത് 14 ആണ്. അപ്പൊ 14 വേണം എല്ലാം വരേണ്ടത്. ദെൻ ബിബ്ലിയോഗ്രഫി റൈറ്റിംഗ് ഒരു പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ റിസർച്ച് മെത്തഡോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഹൗ ടു റൈറ്റ് എ ബിബ്ലിയോഗ്രഫി, ഹൗ ടു പ്രസന്റ് എ ബിബ്ലിയോഗ്രഫി. നമ്മൾ PG റെഗുലേഷൻസിൽ പ്രത്യേകം പറയുന്നുണ്ട് APA സ്റ്റൈൽ, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ സ്റ്റൈൽ വേണമെന്ന്. നമ്മളോട് പറയുന്നില്ല. പക്ഷെ എന്നാൽ കൂടി ഒരു കൊമേഴ്സ് സോഷ്യൽ സയൻസ് റിസർച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് APA സ്റ്റൈൽ ഫോളോ ചെയ്യാം. 6th എഡിഷനിൽ APA മാനുവലിൽ പറഞ്ഞിരിക്കുന്ന ചില എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. ഒരു സിംഗിൾ ഓതർ ബുക്ക് ആണെങ്കിൽ ആ ഓതറിന്റെ നെയിം ഗുപ്ത SP. SP ഗുപ്തയുടെ ബുക്ക് ആണെങ്കിൽ ഗുപ്ത SP ബ്രാക്കറ്റില് ഇയർ ആണ് 2017 ഫുൾ സ്റ്റോപ്പ്. ആ ബുക്കിന്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണെങ്കിൽ ആ ബുക്കിന്റെ പേര് ഇറ്റാലിക്സിൽ വേണം കൊടുക്കാൻ, ഫുൾ സ്റ്റോപ്പ്. പബ്ലിഷ് ചെയ്തിരിക്കുന്ന സുൽത്താൻ ചന്ദ് ആണ്. അവരുടെ പ്ലേസ് എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി ആണ്. സോ ന്യൂഡൽഹി : സുൽത്താൻ ചന്ദ് ആൻഡ് സൺസ്. ദെൻ മൾട്ടിപ്പിൾ ഓതേഴ്സ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഓതർ ആണെങ്കിൽ ഖാൻ MY and ജെയിൻ PK ബ്രാക്കറ്റില് ഇയർ. ദെൻ ആ ബുക്കിന്റെ പേരും ഇറ്റാലിക്സില് പബ്ലിഷറിന്റെ നെയിമും പ്ലേസും വരണം. ഒരു ബുക്കിലെ ചാപ്റ്റർ ആണെങ്കിൽ ചില ബുക്സില് ഇപ്പൊ ഒരു 10 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഓരോ ചാപ്റ്റേഴ്സും ഓരോ ഓതറിന്റെ ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഓതറിന്റെ മാത്രം നമ്മൾ എടുത്ത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ബിബ്ലിയോഗ്രഫി എഴുതേണ്ട രീതി ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം ആയിട്ട് കൊടുക്കണം. കൃഷ്ണൻ ശ്രീല. ഇയർ എന്ന് പറയുന്നത് ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ 2012 ആണ്. ദെൻ ആ ചാപ്റ്ററിന്റെ പേര് ആപ്ലിക്കേഷൻ ഓഫ് അനോവ, ഫുൾ സ്റ്റോപ്പ്. ആ ബുക്ക് ആരുടെയാണ്? ഇൻ നാഗേശ്വർ റാവു ഡി. അതായത് ആ ചാപ്റ്റർ ഏത് ബുക്കിലാണ്, ആരുടെ ബുക്കിലാണ്? ഇൻ നാഗേശ്വർ റാവു ഡി, ബുക്കിന്റെ പേര്. ആ ബുക്കിന്റെ പേര് റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതാണ് ഇറ്റാലിക്സിൽ കൊടുക്കേണ്ടത്. ദെൻ PP പേജ് നമ്പേഴ്സ് കൊടുക്കാം, ഫുൾ സ്റ്റോപ്പ്. പബ്ലിഷറിന്റെ പ്ലേസ് പബ്ലിഷർ. ദെൻ ജേർണൽ ആർട്ടിക്കിൾ ആണെങ്കിൽ
ജേർണൽ ആർട്ടിക്കിൾ ആണെങ്കിലും നമ്മളുടെ ഓതേഴ്സിന്റെ പേര് എഴുതുന്ന ഒരേ സ്റ്റൈലിൽ തന്നെയാണ്, ഫുൾ സ്റ്റോപ്പ്. ആ ആർട്ടിക്കിളിന്റെ നെയിം ഇൻവെർട്ടഡ് കോമയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ ആർട്ടിക്കിൾ ഏത് ജേർണലിലാണ്? പ്രജ്ഞാൻ, ജേർണൽ ഓഫ് സോഷ്യൽ ആൻഡ് മാനേജ്മെന്റ് സയൻസസ് എന്ന് പറയുന്ന ജേർണലാണ്. സോ ജേർണലിന്റെ നെയിം ആണ് ഇറ്റാലിക്സ്, അല്ലാതെ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ അല്ല. ബുക്ക് ആണെങ്കിൽ ബുക്കിന്റെ നെയിം ആണ് ഇറ്റാലിക്സ്, ജേർണൽ ആണെങ്കിൽ ജേർണലിന്റെ നെയിം ആണ് ഇറ്റാലിക്സ് ആയിട്ട് വരേണ്ടത്. കോമൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ്, സ്ഥലം, അതായത് പബ്ലിഷറിന്റെ പ്ലേസ് പൂനെ, വോളിയം നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പേജ് നമ്പർ. ദെൻ എന്തെങ്കിലും DOI അതായത് ജേർണൽ ആർട്ടിക്കിൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഡിജിറ്റൽ ഒബ്ജക്ട് ഐഡന്റിഫയർ വെച്ചിട്ടുള്ള ഏതെങ്കിലും നമ്പേഴ്സ് ആണെങ്കിൽ ആ നമ്പർ എങ്ങനെ, DOI നമ്പർ എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. ആ ജേർണലിന്റെ ഓതേഴ്സിന്റെ പേര് നമ്മൾ എഴുതുന്ന പോലെ തന്നെയാണ്. ജേർണലിന്റെ പേരാണ് ഇറ്റാലിക്സിൽ വരേണ്ടത്. അതിനുശേഷം അതിന്റെ വോളിയം ഒക്കെ കൊടുത്തതിന് ശേഷം DOI, അത് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് കിട്ടും. അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി DOI ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് റിട്രീവ് ചെയ്തത്, ആ റിട്രീവ് ചെയ്ത സൈറ്റ് അഡ്രസ് ഇവിടെ കൊടുക്കണം ലാസ്റ്റ് ആയിട്ട്. അതിന് മുന്നേ വരെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ജേർണൽ ആണെങ്കിൽ ജേർണലിന്റെ നെയിം ആണ് ഇറ്റാലിക്സിൽ കൊടുക്കേണ്ടത്. ദെൻ പേജ് നമ്പേഴ്സ് കൊടുക്കാം. ദെൻ എവിടെ നിന്ന് റിട്രീവ് ചെയ്തു, പേജ് നമ്പേഴ്സ് CC കൊടുക്കാം, CC കൊടുക്കാതെ ഇരിക്കുന്ന രീതിയുണ്ട്. ദെൻ റിട്രീവ് ചെയ്ത സൈറ്റ് അഡ്രസ്സും അതുപോലെ കൊടുക്കാം. ഇനി ഏതെങ്കിലും ഡെസർട്ടേഷനോ തീസിസോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ കോളേജിലെ ഡെസർട്ടേഷൻസ് ആവാം, പ്രൊജക്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ തീസിസ് എടുക്കാം, ഡെസർട്ടേഷൻ എടുക്കാം, MPhil ഡെസർട്ടേഷൻ എടുക്കാം. അതൊക്കെ ആണെങ്കിൽ ആ തീസിസ് ആരുടെയാണ്, ആ പ്രൊജക്ട് വർക്ക് ആരുടെയാണ്, ആ പേഴ്സന്റെ പേര് പുഷ്പാങ്കദൻ G, ഇയർ കൊടുക്കാം. ആ തീസിസ് അല്ലെങ്കിൽ ആ പ്രൊജക്ടിന്റെ ടൈറ്റിൽ ആണ് ഇറ്റാലിക്സിൽ കൊടുക്കേണ്ടത്. അത് എന്തിനാണ് സബ്മിറ്റ് ചെയ്തത്. ഇപ്പൊ MPhil ഡെസർട്ടേഷൻ ആണെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റിൽ MPhil ഡെസർട്ടേഷൻ, ഡോക്ടറൽ ഡെസർട്ടേഷൻ ആണെങ്കിൽ ഡോക്ടറൽ ഡെസർട്ടേഷൻ, അത് എവിടെ സബ്മിറ്റ് ചെയ്തു, ഏത് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്തു, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, ദെൻ ആ മന്ത്. ഓക്കെ, ഇയർ നമ്മൾ ഓൾറെഡി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സൈറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ, അതായത് ശോധ് ഗംഗ സൈറ്റിലൊക്കെ പോയാൽ ഇന്ത്യയിലുള്ള എല്ലാ PhD തീസിസും കിട്ടും. ശോധ് ഗംഗോത്രി ആണെങ്കിൽ ഇന്ത്യയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സിനോപ്സിസും നിങ്ങൾക്ക് കാണാം. സോ അങ്ങനെ സൈറ്റ് ഉണ്ടെങ്കിൽ ആ സൈറ്റ് അഡ്രസ്സും കൊടുക്കണം. ദെൻ വെബ്സൈറ്റിൽ നമുക്ക് എടുക്കാം. ചില വെബ്സൈറ്റിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഡേറ്റ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വെബ്സൈറ്റ് ആരുടെയാണോ ആ വെബ്സൈറ്റ് അഡ്രസ്, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിം, ഇയർ, ദെൻ ആ ആർട്ടിക്കിൾ, ഏത് ആർട്ടിക്കിൾ ആണോ ആർട്ടിക്കിളിന്റെ നെയിം വേണം, റിട്രീവ് ചെയ്ത അഡ്രസ് അതും കാണിക്കും. ദെൻ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചാപ്റ്ററിൽ നമ്മൾ റിസർച്ച് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം റെഫറൻസുകൾ എഴുതുന്നുണ്ട്. ആ റെഫറൻസ് എന്ന് പറയുന്നത് നമ്പർ വൈസ് ആണ്, ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ അവിടെ പറയുന്നത്. ഇയർ വൈസ് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിട്ട് നമ്പർ കൊടുത്തിട്ട് ആ നമ്പർ ആണ് അവിടെ അറേഞ്ച് ചെയ്യുന്നത്, നോട്ട് ഇൻ ആൽഫബറ്റിക് ഓർഡർ. ബട്ട് ഇൻ ബിബ്ലിയോഗ്രഫി യു ഹാവ് ടു അറേഞ്ച് ഓൾ ദ റെഫറൻസസ് ഇൻ ആൽഫബറ്റിക് ഓർഡർ. ഓക്കെ, ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമ്മൾ ഈ എല്ലാ ബിബ്ലിയോഗ്രഫിയിലും ചെയ്യേണ്ടത്. അതും ഓരോ ബിബ്ലിയോഗ്രഫി നമ്മൾ എഴുതുമ്പോൾ, ഒരു റെഫറൻസ് എഴുതുമ്പോൾ 2-3 ലൈനൊക്കെ ഉണ്ടാവുമല്ലോ. അതിൽ ഫസ്റ്റ് ലൈൻ റൈറ്റിലേക്ക് കുറച്ച് നീങ്ങിയിരിക്കണം, ബാക്കി 2 ലൈൻ 3 ലൈൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ ലെഫ്റ്റിലേക്ക് നീങ്ങിയിരിക്കണം, ബാക്കി 2 ലൈൻസ് റൈറ്റിലേക്ക് നീങ്ങിയിരിക്കണം. അപ്പൊ ഫസ്റ്റ് ലൈൻ ആ ഓർഡറിന്റെ പേര് എടുത്ത് കാണാൻ പറ്റും. അതിനാണ് അങ്ങനത്തെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. എവിടെയെങ്കിലും നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ നമുക്കത് കാണാം. ദെൻ ഫൈനൽ സബ്മിഷൻ ആണ്. ഇപ്പൊ ഇതുപോലെ റിപ്പോർട്ട് എല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് റെഡിയാക്കിയതിനു ശേഷം അതിന്റെ ഫൈനൽ സബ്മിഷൻ ആണ്. ഫൈനൽ സബ്മിഷൻ 6th സെമസ്റ്ററിന്റെ വർക്കിംഗ് ഡേയ്സ് കഴിയുന്നതിന് ഒരാഴ്ച മുന്നേ സബ്മിറ്റ് ചെയ്യണം. യു ഹാവ് ടു സബ്മിറ്റ് യുവർ പ്രൊജക്ട് 1 week ബിഫോർ ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ദ 6th semester. ദെൻ ഇവാലുവേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞു 2 credits ആണ്, 50 marks ആണ് ടോട്ടൽ. അതിൽ 10 marks ഇന്റേണലും 40 marks എക്സ്റ്റേണലും ആണ്. 10 marks നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന സൂപ്പർവൈസിങ് ടീച്ചറാണ്, ഗൈഡാണ്. നിങ്ങൾക്ക് ഇന്റേണലി നിങ്ങളെ ഒന്ന് വൈവയൊക്കെ നടത്തി നോക്കി മാർക്സ് തരുന്നത് 10 marks ആണ്. ഒന്ന് പങ്ക്ച്വാലിറ്റിക്കാണ്. ഗൈഡ് ഓരോന്ന് പറയുമല്ലോ നിങ്ങളോട്, ഇന്ന ദിവസം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചാപ്റ്റർ സബ്മിറ്റ് ചെയ്യണം, ഓർഗനൈസേഷൻ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ പങ്ക്ച്വൽ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% മാർക്ക് കിട്ടും. ദാറ്റ് ഇസ് 2 marks. ദെൻ നിങ്ങൾ എങ്ങനെ ഡേറ്റിനെ യൂസ് ചെയ്തു, അത് സെക്കൻഡറി ഡേറ്റയും അതേപോലെ പ്രൈമറി ഡേറ്റയും ഒക്കെ ഉണ്ട്. ആ ഡേറ്റ നിങ്ങൾ എത്ര കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു, അതിന്റെ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു 2 marks വരും. ദെൻ സ്കീം ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് റിപ്പോർട്ടിന്റെ പ്രസന്റേഷൻ ഒക്കെ നോക്കി അതിനൊരു 3 marks, 30% ആണ്. ദെൻ വൈവ, സൂപ്പർവൈസിംഗ് ടീച്ചറിന്റെ മുന്നിൽ നിങ്ങൾ
ഒരു വൈവ ഉണ്ട് ടീച്ചറുടെ മുന്നിൽ. ആ ടീച്ചർ അതിന് ഒരു 30 മാർക്സ് അലോട്ട് ചെയ്യുന്നുണ്ട്, 3 മാർക്സ് അങ്ങനെ ടോട്ടൽ 10 മാർക്സ്. Then criteria of external evaluation. External evaluation 40 മാർക്സിലാണ്. അതില് 20% മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോപ്പിക്കിന്റെ റെലവൻസ് ആണ്. എത്രത്തോളം റെലവെന്റ് ആണ് നിങ്ങളുടെ ആ ഒരു സ്റ്റഡി. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് സ്മാർട്ട് ഒബ്ജക്റ്റീവ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അതേപോലെ മെത്തഡോളജി, നിങ്ങൾ എങ്ങനെയാണ് സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്തത്, എങ്ങനെയാണ് സാമ്പിൾ ഡേറ്റ കളക്ട് ചെയ്തത്, അതെങ്ങനെ അനലൈസ് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ്. ദെൻ റെഫറൻസസും അതുപോലെ ബിബ്ലിയോഗ്രഫിയും എത്ര ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. 20% മാർക്സ് ആണ്, ടോട്ടൽ 8 മാർക്സ് കിട്ടും. Then second one, presentation, quality of analysis or use of statistical tools. നിങ്ങളുടെ ആ presentation, ആ report writing in the presentation, then നിങ്ങളുടെ അനാലിസിസിന്റെ ക്വാളിറ്റി, നിങ്ങൾ ഏതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്താണ്, നിങ്ങളുടെ മേജർ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ബേസ് ചെയ്ത് ഒരു 30% മാർക്സ് ഉണ്ട്, ടോട്ടൽ 12 മാർക്സ്. ദെൻ വൈവയ്ക്ക് ഈ പ്രൊജക്ട് ബേസ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കും. വൈവ എക്സ്റ്റേണൽ ഒരു എക്സാമിനർ വരും, യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ വരും, ഇന്റേണൽ എക്സാമിനറും അതേപോലെ എക്സ്റ്റേണൽ എക്സാമിനറും കൂടെ ഇരുന്നിട്ടാണ് വൈവ നടത്തുക. ആ വൈവയ്ക്ക് നിങ്ങൾക്ക് 50% മാർക്സ് ആണ്, 20 മാർക്സ് ആണ്. അത് സബ്ജക്ട്സും ചോദിക്കാം, പ്രൊജക്ട്സിൽ നിന്ന് ചോദിക്കും, കറന്റ് അഫയേഴ്സും ചോദിക്കും. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പ്രസന്റേഷൻ എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്ത് 50 മാർക്സ് ഉണ്ട്, അങ്ങനെ ടോട്ടൽ 20 മാർക്സ്. സോ ടോട്ടൽ എക്സ്റ്റേണൽ ഇവാലുവേഷൻ 40 മാർക്സിലാണ്. Then project work and വൈവയ്ക്ക് നിങ്ങൾക്ക് മിനിമം എത്ര പെർസെന്റേജ് ഓഫ് മാർക്സ് വേണം? A student should get a minimum of 40% marks in aggregate. അതായത് ഇന്റേണലും എക്സ്റ്റേണലും ചേർത്ത് 40% വേണം. അതേപോലെ 40% എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മിനിമവും വേണം. അഗ്രഗേറ്റ് 40% വേണം, എക്സ്റ്റേണൽ മിനിമം 40% വേണം. പിന്നെ അതേപോലെ ഇംപ്രൂവ്മെന്റിന് പ്രൊജക്ട് റിപ്പോർട്ടിന് ഇംപ്രൂവ്മെന്റ് ചാൻസ് ഇല്ല. There shall be no improvement chance for the marks obtained in project report. ഇനി നിങ്ങൾക്ക് 40% മാർക്സ് അവിടെ കിട്ടിയില്ല, അതായത് പ്രൊജക്ട് റിപ്പോർട്ടിലെ എക്സ്റ്റേണലിന് 40 മാർക്സ് കിട്ടിയില്ല എങ്കിൽ യു ഹാവ് ടു റീസബ്മിറ്റ് ദാറ്റ് പ്രൊജക്ട് വർക്ക്. വീണ്ടും റീസബ്മിറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ച് അടുത്ത വർഷം, അതായത് നിങ്ങളുടെ ജൂനിയേഴ്സ് വരുന്ന ടൈമിൽ നിങ്ങൾക്കത് റീസബ്മിറ്റ് ചെയ്ത് ഒന്നുകൂടി നമുക്ക് വൈവ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്താ സബ്മിറ്റ് ചെയ്ത് വീണ്ടും മാർക്സ് നിങ്ങൾക്ക് 40% അറ്റൈൻ ചെയ്താൽ നിങ്ങൾക്ക് ഡിഗ്രി അവാർഡ് ചെയ്യും. സോ പക്ഷെ ഇംപ്രൂവ്മെന്റ് ചാൻസ് ഇല്ല, 40% കുറവാണെങ്കിൽ മാത്രമാണ് ഈ റീസബ്മിഷൻ എന്ന് പറയുന്നത്. കൂടാതെ ഈ വൈവയ്ക്ക് സ്റ്റുഡന്റിന്റെ പ്രസൻസ് നിർബന്ധമാണ്. സ്റ്റുഡന്റ് അവിടെ ഉറപ്പായിട്ടും ഉണ്ടാവണം, അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. സോ പ്രൊജക്ട് വർക്ക് ആൻഡ് വൈവ ബോത്ത് 40 മാർക്സ് അഗ്രഗേറ്റ് വേണം, സെപ്പറേറ്റ് എക്സ്റ്റേണൽ 40 മാർക്സ് വേറെയും വേണം. അത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് റീസബ്മിറ്റ് ചെയ്യണം. റീസബ്മിഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ റൂൾ അനുസരിച്ച് അടുത്ത സബ്സിക്വന്റ് എക്സാംസ് എന്ന് വരുന്നു അന്ന് മാത്രം നിങ്ങൾക്കത് റീസബ്മിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. So this is the basic idea of how to submit your project as per CUCB CSS UG regulations 2017-18. Okay, so hope you have got some idea of project report submission. Okay, so all the very best and thank you.